ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വില ഉയരുകയാണെന്നുള്ളതാണ്. ഈ ക്രൂഡ് ഓയിൽ വില ഏകദേശം 60-70 ആയിരുന്നത് ഇപ്പൊ $119 വരെ ഒരു ബാരലിന് ഉയർന്നിട്ടുണ്ട്. അതിങ്ങനെ എല്ലാ ദിവസവും കൂടിയും കുറഞ്ഞു ഇരിക്കും. ചിലപ്പോൾ ഒരു ദിവസം 25% കൂടും, അടുത്ത ദിവസം 25% കുറയും. എന്തായാലും ഇന്നത്തെ വില ഒരു 100 തൊട്ട് താഴെയാണ്. അതിപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത്. അതേ സമയത്ത് ലോകത്തിലെ ഏറ്റവും നല്ല ഒരു ഇൻഫ്ലേഷൻ റേറ്റ്, അതായത് പണപ്പെരുപ്പ റേറ്റ് ഉള്ള ഒരു രാജ്യമാണ് ഇന്നിപ്പോൾ ഇന്ത്യ. അതായത് ഫെബ്രുവരിയിലെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 3.21 ആയി ഉയർന്നിട്ടുണ്ട്. എന്നാൽ പോലും ഇത് പണ്ട് 2.78 ഒക്കെ ആയിരുന്നു. ഇനി നാം മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഈ എന്താ പറയാ, ഈ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് തന്നെ നഗരത്തിലും ഗ്രാമങ്ങളിലും വ്യത്യാസമാണ്. എപ്പോഴും നഗരങ്ങളിലാണ് പലപ്പോഴും ഈ പണപ്പെരുപ്പം കുറച്ച് കുറഞ്ഞിരിക്കുന്നത്, ഗ്രാമങ്ങളിൽ കുറച്ച് കൂടുതലാണ്. ഇനി ഈ പണപ്പെരുപ്പത്തിനെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആശങ്കപ്പെടേണ്ട ആളുകളെന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഇന്ത്യയാണ്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ലക്ഷ്യം 4 പണപ്പെരുപ്പം 4 താഴെ അല്ലെങ്കിൽ 4 ചുറ്റിപ്പറ്റി നിർത്തുക. 2 മുതൽ 6 വരെ നമുക്ക് കംഫർട്ട് സോൺ ആണെന്നാണ്, അതായത് നമുക്ക് കുഴപ്പമില്ലാത്തൊരു പണപ്പെരുപ്പ നിരക്കാണെന്നാണ് റിസർവ് ബാങ്ക് കണക്കാക്കിയിരിക്കുന്നത്. അവിടെയാണ് ഈ 4 ലക്ഷ്യമെങ്കിലും 4 വളരെ താഴെയായിരുന്നു. നമ്മുടേത് 2.7 ആയിരുന്നു. അത് കഴിഞ്ഞ മാസം അതിപ്പോ 3.21. ഇത് ഞാനിപ്പോ പറയുന്നത് കണക്കുകളാണ്. അത് ചുരുക്കം പറഞ്ഞ കണക്ക് വെച്ച് നോക്കുമ്പോൾ വലിയ പ്രതിസന്ധി ഇല്ല എന്ന് വേണം പറയാൻ. പക്ഷെ എന്റെ പ്രശ്നം, ഇന്നത്തെ മിഡിൽ ഈസ്റ്റിലെ സംഘർഷം നാളെ നമ്മുടെ അടുക്കളയിൽ എത്തുമോ? ഇത് ഗ്യാസിന്റെ കാര്യം മാത്രമേ അല്ല പറയുന്നത്. ഇത് മലയാളിയെ സംബന്ധിച്ച് മലയാളിയെ എങ്ങനെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്? ഞാൻ ഇപ്പോഴും പറയുന്നു, ഇപ്പം ബാധിച്ചു തുടങ്ങിയിട്ടില്ല. നമുക്കുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഗ്യാസിന്റെ ഷോർട്ടേജ് മാത്രമാണ് നമുക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നം. അതേക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് വേറൊരു എപ്പിസോഡിൽ സംസാരിക്കാം. അപ്പൊ ചുരുക്കം പറഞ്ഞാല് ഇത് നമ്മുടെ നാളത്തെ പച്ചക്കറിയുടെ വിലയെ എങ്ങനെ ബാധിക്കും, പെട്രോളിന്റെ വിലയെ എങ്ങനെ ബാധിക്കും, സിലിണ്ടറിന്റെ വിലയെ എങ്ങനെ ബാധിക്കും, ബസ് ചാർജിന്റെ വിലയെ എങ്ങനെ ബാധിക്കും എന്നാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.